ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നടക്കാനൊന്നും പറ്റില്ല ഗൈസ്, പ്രായമായില്ലേ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവാണ്, മുക്കിയിലേക്കാണ് പോണത്. നമ്മളതിൽ വണ്ടിയില്ല, സോ നടന്നു പോകണം. നടക്കുന്നത് ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ട് നടന്നു പോകാം. ഇതാണ് നമുക്ക് നടന്നു പോകാനുള്ള വഴികൾ. ഗായ്സ്, നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കാറ്റും ഇടിയും മിന്നൽ ഞാൻ പിന്നെ കണ്ടില്ല. മഴ ഇതാ അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് അയ്യോ, ഞാൻ മഴയത്ത് നനയൂ എന്നാണ് അടുത്ത വീട്. പെട്ടെന്ന് നടക്കാം നമുക്ക്. മഴ അവിടെ നിന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മഴക്കാറ്, അതോ മഴക്കാറ് മുക്കം മൊത്തം മൂടിയിരിക്കുകയാണ്. പക്ഷെ മഴ പെയ്യുമ്പോഴത്തേനും നമുക്ക് അവിടെ എത്തണം. ഇതാണ് നമ്മുടെ ശ്രീനിവാസിൻ്റെ ഡെൻ്റൽ കോളേജിലോട്ടുള്ള എൻട്രി. ഇതിനകത്താണ് ഡെൻ്റൽ കോളേജ് വരുന്നത്. ഡെൻ്റൽ കോളേജ് വേറെ സെപ്പറേറ്റ് അപ്പുറത്താണ്. അങ്ങനെ നമ്മൾ മഴ വരുന്നതിന് മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറി. സെക്കൻഡ് ഫ്ലോറാണ് അവരുടെ. അപ്പം നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് വരുന്നതിന് മുന്നേ ഞാൻ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിടാൻ പറഞ്ഞു. അതുകൊണ്ട് ഡോറൊക്കെ ഓപ്പൺ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടി എപ്പോഴും ബാൽക്കണിയിലാണ്. ബാൽക്കണിയിൽ നിന്ന് ഇവിടെ കോളേജ് നോക്കിയിരിക്കലാണ് ഈ കുട്ടിയുടെ പണി. ആരാ നോക്കി പേടിപ്പിച്ചത് ഗൈസ്. അല്ല, ഞാൻ പോകുന്ന ചക്കാനെ നേരത്തെ എന്തോ ചക്കാന്ന് വിളിച്ചേ. അപ്പൊ ഇയാള് തള പോയപ്പോ ഞാൻ അവരൊക്കെ ഒരു അക്കാന്ന് വിളിച്ചു. അപ്പൊ ഇയാൾ ആ അക്കായിട്ട് മറ്റേ എന്താ ഡിങ്കോൾഫ എന്തോ സംഭവം അവിടെ നിന്നിട്ട് എന്ത് വർത്താനായിരുന്നു. എന്നിട്ട് ഇവിടെ നോക്കി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെ കൊറേ ആയ ഇന്നലെ രാത്രി പോവാണ് താഴോട്ട് ഇറങ്ങാൻ. എത്ര നേരം ഇവിടെ ഇരുന്ന് ഡ്രസ്സൊക്കെ മാറി എല്ലാരും സെറ്റായി. ഇനി പോവാണ് നമ്മൾ താഴോട്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അധിക ദൂരം നടക്കാനുണ്ട്. നമുക്ക് അധിക ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ നടന്നോണ്ടിരിക്കാണ്. അല്ലാണ്ട് ഇപ്പൊ വേറെ വഴിയില്ലല്ലോ. ഹായ് ഗൈസ്, വെൽക്കം ടു ജസീലാസ് വ്ലോഗ്. സോ നമ്മൾ ഇന്ന് പോകുന്നത് ഇൻഫിനിറ്റി കഫേയിലാണ്. ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഞാനാണ് ഇന്നത്തെ വ്ലോഗ്. ജസ്ലാന്റെ വ്ലോഗ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. കൈവേദന എടുക്കുന്നേ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാ ഇത് കേട്ടാ. നിങ്ങൾ കാണണം. കൈ എന്റെ മുഖം നോക്കൂ, ഫുൾ പിമ്പിൾസ് ആണ്. എനിക്കിതാണ് ഇഷ്ടം. ഞാൻ ഇതില് ഹാപ്പിയാണ്. സോ ഇതാണ് മാംഗ്ലൂർ മുക്ക എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പിന്നെന്താണ്, ഇത് ഈവനിങ് വാക്ക് പോലെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് നൈറ്റ് വാക്കാണ് ഇട്ടത്, പക്ഷെ ഇന്ന് ഈവനിങ് വാക്കാണ്. ഫാത്തിമ, ഞാന് ജസീലാന്റെ ഫ്രണ്ട്. ഞാന് ജസീലാന്റെ ഫ്രണ്ടാണ്. എന്റെ സ്ഥലം കണ്ണൂർ, കേരള. കണ്ണൂർ എവിടെയാന്നൊക്കെ ചോദിച്ചാൽ അതെന്റെ പേഴ്സണൽ ആണ്. വ്ലോഗ് എന്ന് പറയുമ്പോ ഓക്കെ, അതെവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതെന്റെ പേഴ്സണൽ ആണ്. പേഴ്സണൽ കാര്യങ്ങൾ അത്ര ഞാൻ അങ്ങ് പബ്ലിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ പിന്നെ ഞാന്
പഠിക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജി. നിങ്ങളിത് കണ്ടോ ഗൈസ്? നിങ്ങളിത് കണ്ടോ? ദിൽഷാദ് പ്രവീൺ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇവിടെ ഒരു സീനാണ് ഗൈസ്. ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ എന്നെല്ലാം പറയുമ്പോ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരാം? എന്റെ റൂം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ്. എന്റെ റൂമിനാ കാണിച്ചാ. വെയിറ്റ്, അതാണ് എന്റെ റൂം. സോറി ഗൈസ്, അതാണ് എന്റെ റൂം. ആ ഫസ്റ്റിലുള്ളത് ആ ഒരു പച്ച ബക്കറ്റുള്ളതാണ് എന്റെ റൂം. ഗൈസ് നെക്സ്റ്റ് എന്റെ പാട്ടാണ്. അന്നന്ന പാട്ടിയ അപ്പാട്ടി തേ തേനാ അപ്പാട്ടിയ അപ്പാട്ടി തേ തേക്കൂ അപ്പാട്ടി തോ അപ്പാട്ടി കൂട്ട് 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 കൂട്ട്. പാട്ട് തുടങ്ങിയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും തലയിലൊക്കെ തട്ടിട്ട് എന്നോളൂ. വലൂദുദന്തനലീവ തബ്ലു തപ് തപ് തബലി തപ് തബി തപ് തപ് തബി തപ് തപ് തബി തപ് തപ് തബലി. ഇനി അടുത്ത ആരാണ് പാടാൻ പോകുന്നത്? മലൂദ് അത്ര ഉള്ളു. അതെനിക്കറിയില്ല. കുച്ചുമ കുച്ചു സുപ്പരിലാല കുച്ചുമ കുച്ചു കുച്ചുമ കുച്ചു സപ്പരസാനെ സുനാനെ. ഇത് നിരഞ്ജന. നമ്മള് സ്നേഹത്തോടെ അനുന്ന് വിളിക്കും. Guys, she's from Trishur Puram. You know, this is Dilshad Parveen from Alapura. You know, Alapura Jimkanaka. അതൊക്കെ ഇവിടെ നാട്ടിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. സോ വീടിന്റെ അടുത്താണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതാണ് മാംഗ്ലൂർ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അത്ര അങ്ങ് അടിപൊളിയൊന്നും അല്ല. ബാംഗ്ലൂർ ലൈഫ് എന്നൊക്കെ പറയുമ്പോ കുറെ പേര് വിചാരിക്കും പബ്, വൈബ്, ചില്ല്, നൈറ്റ് ലൈഫ്. അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് മാംഗ്ലൂർ ലൈഫ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ, സ്ട്രെസ്, പിന്നെ സ്നേക്സ്, പിന്നെ അങ്ങനെ പലതും ഉണ്ട്. നിങ്ങളെയൊക്കെ എക്സ്പീരിയൻസ് അത് പക്ക ആലപ്പുഴ കോയിത്തരം അതിന് പറയും. നമ്മ ഡോക്ടർ ഗൈസ്, നിങ്ങൾ അങ്ങനെ തെറ്റിയിരിക്കും. എനിക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയി. എന്നാലും ഡോക്ടർ പറഞ്ഞു എവിടെയാന്ന് ഇൻഫിനിറ്റി പക്ക ആലപ്പുഴ തറ. അല്ല, ഇത് വീഡിയോ ഓൺ ആയിട്ടില്ല, നിങ്ങൾക്കും കിട്ടിയില്ല. പിന്നെ ഇത് പെട്രോൾ പമ്പ്. ബോർഡ് മാത്രല്ലോ ക്രോസ് ചെയ്യാനാ. സോ നമ്മൾ ഇൻഫിനിറ്റി കഫേയിലെത്തി. ഇവിടെ ബർഗേഴ്സ്, മോമോസ്, പിസ്സ, മോക്ടെയിൽ, ഐസ്ക്രീം, ഫ്രഷ് ജ്യൂസ്, etc. more. So നമ്മൾക്ക് ഗൈസ് അനു പിന്നെ നല്ലൊരു ആംബിയൻസ്, മീൻസ് നല്ലൊരു സ്ഥലം. ഓക്കെ, പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന തിരക്കിലാണ്. ജസിയും ദിൽഷാദും ഫുഡ് നോക്കുന്നുണ്ട്. ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാവോ? ലൈം ജ്യൂസ് വിത്ത് ഐസ്ക്രീം ഉണ്ട്. അതല്ല ഗൈസ്, ഇതില് ലൈം ജ്യൂസ് വിത്ത് ഐസ്ക്രീം എഴുതിയിട്ടുണ്ട്. കണ്ടോ ഇവിടെ ലൈം ഫ്രഷ് ജ്യൂസ്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ്, അപ്പുറത്ത് വിത്ത് ഐസ്ക്രീം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ലൈം ജ്യൂസിൽ വിത്ത് ഐസ്ക്രീം എങ്ങനെയായിരിക്കും? അതാണ് ഞങ്ങളുടെ ഡൗട്ട്. ചോദിച്ചപ്പോ അവർക്ക് അറിയില്ലെന്ന് ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഫാത്തിമ വല്ലതും കിട്ടിയാ? വാട്ടർമെലൺ ജ്യൂസ് വിത്ത് ഐസ്ക്രീമാ വിത്തൗട്ട് ഐസ്ക്രീം?
നിനക്ക് ഏത് ജ്യൂസ് വേണ്ടേ? നിനക്കു ഷവർമ വിത്ത് ലൈം ജ്യൂസ് വിത്ത് ഐസ്ക്രീം പറയാൻ പറ്റുമോ? എന്താ ഉള്ളത് നിങ്ങളുടെ നാട്ടിൽ? കുറെ ബോംബ് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. തെയ്യങ്ങളുടെ നാട്. ബാക്കി നമുക്ക് അടിച്ചു നോക്കാം. എന്റെ അടിച്ചു നോക്കുന്നത് എന്റെ നാട്ടിന്റെ കാര്യം പറഞ്ഞാൽ എനിക്കറിയാൻ പറയാം. അടിച്ചു നോക്കുന്നത് പറ. നമുക്ക് നോക്കാം. കാസർഗോഡും കണ്ണൂരും ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തെയ്യം ഉള്ളത്. അത് ഫുഡ് കണ്ണൂർക്കാർ സൽക്കാരം. എന്റെ മംഗല ഓഡിറ്റോറിയത്തിലെ മംഗല കല്യാണം പോലെ നമ്മളെ കണ്ണൂരെ മംഗലം. അതെ, ഒരു ഓഡിറ്റോറിയത്തിൽ പോലും കല്യാണം കഴിക്കുന്നില്ല. നമ്മളൊക്കെ ഓഡിറ്റോറിയത്തിൽ കല്യാണം കഴിക്കുന്നില്ല. അല്ല വീട്ടിലെ വാദിക്ക പറമ്പ് വെച്ചിട്ട് ഇവര് പോയിട്ട് ഓഡിറ്റോറിയത്തിൽ അതെന്തിന് നമ്മളെങ്ങനെയാണ് നന്നാണ്. വീട്ടിൽ തന്നെ നമ്മള് പന്തലിടും. എന്നിട്ട് അവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് കല്യാണം സെറ്റപ്പ്. 10-20 പേരെ വിളിക്കത്തുള്ളൂ കല്യാണത്തിന്. നമ്മളൊക്കെ ഒരു 10,000 പേരെ വിളിക്കും കല്യാണത്തിന്. ഇവരെ പോലെ അല്ല 10-20 പേരൊന്നും അങ്ങനെയായിരിക്കും. മലബാർ സൈഡ് നല്ല ഒരു ബാക്ക് വാട്ടേഴ്സ് കാണണമെങ്കിൽ യു ഷുഡ് കം ടു ആലപ്പുഴ. കരിമീൻ കഴിക്കണ ആലപ്പുഴ വരാൻ. അല്ലാതെ കണ്ണൂര് പോയിട്ട് തെയ്യം നിനക്ക് തിന്നണമെങ്കിൽ ആലപ്പുഴ വരാം. നല്ല ഫുഡ് തിന്നണം. അല്ലാതെ തെയ്യം അല്ല. കണ്ണൂർ ആലപ്പുഴ അടിയാണ് കഴിച്ചത്. കോട്ടയിൽ പോണെങ്കിൽ ആലപ്പുഴ വരണം. അതിലെന്ത് പറയാനില്ലാത്ത ആലപ്പുഴ എയർപോർട്ട് ഉണ്ടാ. പിന്നെ എടി ഞങ്ങളുടെ നാട്ടിൽ മൊത്തം കായലും കുളവും ഒക്കെയാ. പിന്നെ എങ്ങനെ എയർപോർട്ട് വെക്കുന്ന? എവിടെ പ്ലെയിൻ എവിടെ ലാൻഡ് ചെയ്യും? വെള്ളത്തിൽ പോയി ലാൻഡ് ചെയ്യോ? എയർപോർട്ട് ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പാലമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പാലത്തിന്റെ പേര് ഞങ്ങൾ തുണിവക്കിയ പാലം, കല്ലുപാലം, എന്താ ഇരുമ്പ് പാലം, പിന്നെന്താ മട്ടാഞ്ചേരി പാലം, അങ്ങനെ ഇഷ്ടംമാതിരി പാലങ്ങളുണ്ട്. നാട്ടിനെ തന്നെ അതിനൊരു കഥ. ഗൈസ് നമ്മുടെ ഫുഡ് വന്ന് രാവിലെ തൊട്ട് ഇപ്പൊ സമയം 6:36. ഈ സമയം വരെ എന്റെ വയറിലൊന്നും കയറിയില്ല. അപ്പൊ ഫുഡ് വന്നപ്പോ ആക്രമണം കാണിച്ചു. ആരവിടെ? ഇതൊരു കൊച്ചിനെ കിടന്നു. ഞാൻ മറ്റേ ചെറുപ്പത്തിൽ നമ്മൾ ടവല് വെച്ച് കളിക്കുമായിരുന്നു. ഇങ്ങനെ ബാബീബോ ബാബാബോ പാടുന്നില്ല. അത്ര ഉള്ളു. അത്ര ഉള്ളു. ചിക്കൻ സ്പൈസിൽ ഇതിനേലും വലിയ ഷവർമ്മ കിട്ടും. എനിക്ക് ഇത്ര കുടിക്കാൻ ചാൻസ് ഉണ്ട്. 1, 2 എന്റെ സെൽഫ് റെസ്പെക്ട് കളയും. വാവന്ന് അങ്ങനെ അറിയോ? അതെവിടെയാന്നറിയോ? ബിഗ് ബോസ്. കുഴപ്പമില്ലല്ലേ? ഗൈസ് നല്ല ഷവർമ്മ. ഗൈസ് ഓ അമേസിങ് ഷവർമ്മ. മുക്കയിൽ വെച്ച് ബെസ്റ്റ് അതിലൊന്ന് അല്ലേ ഗൈസ്? അപ്പൊ നമ്മള് കഴിച്ച് കഴിഞ്ഞു, ഇറങ്ങിയിരിക്കാണ്. ഇത് മറ്റേ റംബൂട്ടാൻ ഗൈസ്. ഇതുണ്ട് ഐ ലവ് മുക്ക. യെസ്. അപ്പൊ നമ്മള് തിരിച്ച് നടക്കാണ്. ഒരു റോൾ ഷവർമ്മ ഒക്കെ കഴിച്ച് അപ്പൊ നടക്കാനുള്ള കുറച്ച് എനർജി കിട്ടി. പിന്നെ നമ്മള് നടക്കാൻ പോണം. റിഗ്രറ്റ് അടിക്കുന്നുണ്ടോ? പിന്നെ ഒരു കാടിവെള്ളം പോലത്തെ. ആരും ഇൻഫിനിറ്റിയിലെ ടീ ട്രൈ ചെയ്യരുത്. സ്പെഷ്യൽ ടീ എന്നും പറഞ്ഞിട്ട് മധുരില്ല, ഒടുക്കത്തെ കടുപ്പം. എന്തോ ഒരു വെള്ളം കൊടുത്തു അവൾക്ക്. അതിന് 30 rupees. അയ്യോ എന്റെ മേ
എന്തിട്രാ കൊയിന്റെ അമ്മായി. ഗൈസ്, നമ്മളിപ്പോൾ ബീച്ചിൽ പോവാണ്. വി ആർ ഗോയിങ് ടു ബീച്ച്, മുക്ക ബീച്ച്. നമ്മൾ ഇൻഫിനിറ്റി കഫേന്ന് ഷവർമ കഴിച്ചു, ചായ കുടിച്ചു, ദെൻ വാട്ടർമെലൻ ജ്യൂസ് കുടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് ബീച്ചിൽ പോവാണ്. സൺസെറ്റ് ആയിട്ടുണ്ടാവും അല്ലെ? സൺസെറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ക്ലൈമറ്റ് റെയിനി ആണ്. റെയിനി ഡേയ്സ് ആയതുകൊണ്ട് സൺസെറ്റ് ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. എന്നാലും ഇപ്പൊ ക്ലൈമറ്റ് ജൂൺ ജൂലൈ ആ ടൈം ഒക്കെ ആകുമ്പോ മഴയാണ്. ചില ഇപ്പൊ സൺസെറ്റിന്റെ കഴിഞ്ഞ് ആണോ? 7 മണിയായി. എന്നാലും 7 മണി ആയാലും ഇങ്ങനെയല്ല ശരിക്കും വേണ്ടത്. പക്ഷെ ഇന്ന് ഉച്ചക്കൊക്കെ മഴ പെയ്തിന്. സോ പിന്നെ അല്ല പിരാന്ത് പിടിപ്പിക്കുന്നത് അതിന് ഒന്ന് കൊടുക്കടി തലം മണ്ട നോക്കിട്ട്. പിന്നെ ഭയങ്കര കൊതുവാണ്. നമുക്ക് ഇവിടെ എല്ലാം കൊതുവ് അടിച്ചിട്ട് ഇതെന്താണ് ഇവിടെ വായന്താണ് കണ്ണൂർക്കാരെ പോലെ. സോ എന്റെ ഫോൺ പിടിക്കോ? ധൈര്യം ഉണ്ടെങ്കിൽ ഓടാനേ ഓടിച്ചാനെ പിടിക്കാൻ. എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഓടിച്ച് പിടിക്കടി. നീ പണ്ണത്തെ കാണിക്ക്. ഓലക്ക പ്ലീസ്. ഒരു കല്ലെറിയല്ലോ അടി. അടിച്ചോ? കല്ലെറിയല്ല പ്ലീസ്. ഓക്കെ. ചെയ്യാത്ത സമയത്ത് നിനക്ക് ഞാൻ നോർമലായിട്ട് നടന്നപ്പോഴേ നിന്റെ പതുക്കൊന്നും നോർമലായി നടക്കുക ഇങ്ങനെ ആക്കി തന്നെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ മനുഷ്യന്മാര് ഇങ്ങനെ പോകും. നീ എന്താ പോകാതെ? പെട്ടെന്ന് അന്റെ റൈറ്റ് മുട്ടിന് പ്രശ്നമുണ്ട്. അന്ന് ക്ലാസ്സിന് ഒരിക്കലും ഓടാൻ പറ്റൂല. മീൻസ് നീ ഇവിടെ ആക്കിയത് ശരി തന്നെ. പക്ഷെ എനിക്ക് രാത്രി ആവുമ്പോ വലത്തെ കൈ വലത്തെ കാലിൽ എവിടെയൊക്കെ തളർച്ച, പിന്നെ ഇവക്ക് വയറ് വേദന, തുമ്മിയാത്തെറിക്കുന്ന പനി, മൊത്തത്തിൽ അസുഖമായി കൊച്ചിന്. ഇപ്പൊ അതേ റൈറ്റ് മുട്ടിന് എന്താ ലിഗമെന്റ് എവിടെ പോയി? എന്തിനാ ഇത്രയും വലിയ വാക്കൊക്കെ യൂസ് ചെയ്യുന്ന? വെള്ളം കയറി ശ്രീനിവാസ് കോളേജ് ആണ് തന്നെ. വെള്ളം കയറിച്ചോണം. എനിക്ക് നാട്ടിൽ പോയിട്ട് ഒരു മാസം ലീവ് കിട്ടിയിട്ട് വേണം വീട്ടിൽ പോയി അടിച്ചു നമുക്ക് പൊളിക്കണം. നീനോ? ഞാൻ അന്ന് ഇവിടെ വന്നപ്പോണ്ടേ കാറ്റടിച്ചു വീണാലും കുഴപ്പില്ല. അല്ല ഞാനന്ന് ഇവിടെ വന്നപ്പോണ്ട് ഫുള്ള് പട്ടികള്. കരയില്ല. ബീച്ചും അല്ലാണ്ട് അങ്ങ് കേറി വന്നു ഗൈസ്. അപ്പൊ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്ന പക്ഷെ മണ്ണാവും, അതുകൊണ്ട് ഇരിക്കുന്നില്ല. ഈ പിള്ളേർക്ക് പിന്നെ പ്രശ്നമില്ലാത്ത കാരണം ഇരിക്കുന്നുണ്ട്. ആള് കൊറേ വ്യൂസ് ഇങ്ങനെ എടുത്തു കൂട്ടുന്നുണ്ട് ഗൈസ്. നല്ല മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ബീച്ചിലുണ്ടായിരുന്ന എല്ലാവരും ഇതാ പോയി. ആരുമില്ല ഇപ്പൊ. കണ്ട ഞങ്ങൾ മാത്രമുണ്ട്. അയ്യോ, സുനാമി എങ്ങാനിപ്പോ വന്നു കഴിഞ്ഞാ
ഗായ്സ് മഴ ഇങ്ങനെ ഇങ്ങനെ തുള്ളി തുള്ളിയായി വരുന്നുണ്ട്. നമ്മുടെ മുകളിൽ ഫുള്ള് കാർമേഘം. പോവാ കമ്മാൻ ദില്ലു കം കം. പെയ്ത് മഴ പെയ്ത് ഗായ്സ്. വാ ഓട് മഴ ഇപ്പൊ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഒന്ന് നനഞ്ഞു കണ്ട. ഇത് അടുത്ത നനഞ്ഞ കോഴി ഒട്ടും നനയാണ്ടിരിക്കാൻ വേണ്ടി ഓടിയ കുട്ടി ഇങ്ങോട്ട് വരൂ. ഫാത്തിമ നടത്തൊക്കെ മാറുമല്ലേ? ഫാത്തിമ നനഞ്ഞോ നോക്കട്ടെ ഫാത്തിമ. കേറടി. കുറച്ച് പ്രൈവസി ഉള്ള സ്ഥലത്ത് പോയിരിക്കായിരുന്നു. ദില്ലുന് എന്താ വേണ്ടേ? ദില്ലു എനിക്ക് പൊറോട്ട കുൾമ. എനിക്ക് മെനു കിട്ടും. എന്നാലും നിനക്ക് മസാല ദോശ. മെനു കിട്ടിയിട്ട് ഞാൻ ഫിക്സ് ചെയ്യാം. മസാല ദോശ എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ല, കഴിച്ചതിനെ സൂപ്പറാണ്. എങ്ങനെയുണ്ട് ദില്ലു? എങ്ങനെയുണ്ട്? ഗൈസ് ഇത് ഞങ്ങളുടെ മുക്കയിലുള്ള ഒരു വെജ് റെസ്റ്റോറന്റ് ആണ്, ഡിങ്കി ഡൈൻ. അപ്പൊ ഞങ്ങൾ എല്ലാരും ഓർഡർ ചെയ്തത് മസാല ദോശ മാത്രം വന്നുള്ളൂ. ഞാൻ ഓർഡർ ചെയ്തത് ഓപ്പൺ മസാല ദോശയാണ്. പക്ഷെ എന്റെ വന്നില്ല, ഇവളുടെ മാത്രം വന്നുള്ളൂ. എന്താ മോളു? മൂന്നാളുടെയും വന്നിട്ട് അതിൽ ഏതാ നല്ലത് ഞാൻ ഓർഡർ ചെയ്യും. ഗൈസ് നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ഇതുപോലൊരു കുട്ടി. ആദ്യം ഒന്നും ഓർഡർ ചെയ്യില്ല. ഞങ്ങള് ബാക്കിയുള്ളവരെല്ലാം ഓർഡർ ചെയ്തിട്ട് അവളിപ്പോ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. അതിൽ എല്ലാത്തൊന്നും കഴിച്ചിട്ട് ഏതാ നല്ലത് വെച്ചാ ഓർഡർ ചെയ്യും. ഇനിയിപ്പോ കഴിച്ചിട്ട് വയറ് പറഞ്ഞെങ്കിൽ ഓർഡർ ചെയ്യില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്പൺ മസാല ദോശ. നമ്മള് കഴിക്കണത് ഇങ്ങനെയാണ്. ആദ്യം നമ്മള് ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ ഒഴിക്കാം. പിന്നെ ജെസ്സി ഇങ്ങനെ തിന്നണ്ടേ? പൊളിയാ. മസാലയില് ഉപ്പ് കൂടുതലാ. വേണ്ട എനിക്ക് ഇതിന്നെന്തോ. ഹായ് ഗായ്സ്. വേണ്ട ഗായ്സ്, ഹായ്. മസാല ദോശ ഇഷ്ടയാ? എടുത്തോ. പക്ഷെ എനിക്ക് പൊറോട്ടയും കുറുമ നല്ല ടേസ്റ്റ്. ബിലോ 100. ബിലോ 100. കണ്ടത് കുഴിച്ചാലാണ് സെറ്റാവല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം ദോശനുള്ള പൊടി. വീട്ടിലെപ്പോഴും എന്ത് ചട്നിയാ? സോ ഗായ്സ്, ജെസ്സി ഇട്ട ഈ ടീഷർട്ട് ഫ്രം
ബ്ലെൻഡ് ആൻഡ് ബോൾട്ട്. ഇതാണോ ബ്രാൻഡിന്റെ പേര്? ഓ, ഇതാണ് ബ്രാൻഡിന്റെ പേര്, ബ്ലെൻഡ് ആൻഡ് ബോൾട്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ലുക്കിംഗ് ഫോർ, നിങ്ങൾ ആരെങ്കിലും നല്ല ടീഷർട്ട് ഒക്കെ നോക്കുന്നതാണെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ഇവിടെ കൊടുക്കും. ഇൻസ്റ്റഗ്രാം പേജ് ഇതാ ഇവിടെ കൊടുക്കാം. അതില് സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. Okay. അടിപൊളിയാണ്. നല്ല ഒരു കംഫർട്ടബിൾ ആണ് കേട്ടോ, യൂണിസെക്സ് ആണ്. ബെസ്റ്റ് ചോയ്സ്. ദിസ് ഈസ് ബെസ്റ്റ് ചോയ്സ് ഫോർ ടീഷർട്ട് നോക്കുന്നവർക്ക് അല്ലേ? ഇതിന്റെ ഫുൾ വീഡിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, സോറി റീൽസ് ഇട്ടിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. Okay, bye guys. See you in next video. Until then, bye.